എല്ലാവർക്കും എപ്പിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ കാമാക്ഷി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ആ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ കാമാക്ഷി സിറ്റിയിൽ നിന്നും നമ്മൾ കൂട്ടക്കല്ലിന് പോകുന്ന വഴിക്ക് പോകുമ്പോഴാണ് ഈ ഒരു വ്യൂ പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ ഒരു റിസോർട്ടൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. 2 മാസം കൂടെ കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ഘാടനമാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്തി ഓൾ അമർത്തുവാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ കാമാക്ഷി ടൗണിൻ്റെ കുറച്ച് കാഴ്ചകളാണ്. പിന്നെ നേരെ ആ മണ്ടേ കാണുന്ന ആ പാറ കണ്ടോ, അതാണ് അമ്പലമേട് മല. അവിടെ ഒരു ദേവീക്ഷേത്രമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നേരെ നമ്മുടെ വ്യൂ പോയിൻറ്റിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. സത്യം പറഞ്ഞാൽ ഇന്നത്തെ യാത്ര ഈ ഒരു വ്യൂ പോയിൻ്റ് തേടിയല്ലായിരുന്നു. വാഗമണ്ണ് ലക്ഷ്യം വെച്ചായിരുന്നു ഞങ്ങളുടെ യാത്ര. പക്ഷേ യാത്രയിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാകുകയും അങ്ങനെ വാഗമണ്ണിന് പോക്ക് മാറ്റിവെക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ ഒരു വ്യൂ പോയിൻ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ക്യാമറാമാനെ ഹാപ്പി അല്ലേ? തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള ആ ചെറിയ വഴിയെ പോകുമ്പോൾ തന്നെ എന്താ അല്ലേ ഭംഗി. ഒരുപാട് മലനിരകൾ ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഇടുക്കി ജില്ലയിൽ മറഞ്ഞു കിടക്കുന്ന ഒരുപാട് വ്യൂ പോയിൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തേടിയുള്ള യാത്രയാണ് ഞങ്ങളുടെ. അപ്പം നമ്മുടെ യാത്രയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത്രയും നാളും തന്ന സപ്പോർട്ട് മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ഒക്കെ സമയം കിട്ടുന്ന പോലെയൊക്കെ കാണുക. ഗായ്സ്, ഇത് റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. 2 മാസം കൂടെ കഴിഞ്ഞാലാണ് ഇവിടുത്തെ ഉദ്ഘാടനം എന്നാണ് നമ്മുടെ ക്യാമറാമാൻ ഉണ്ണി പറയുന്നത്. അപ്പം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഇടുക്കിക്ക് നിങ്ങൾ ട്രിപ്പ് വരുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ഇവിടുത്തെ റിസോർട്ട്. റിസോർട്ടിൽ വന്നു കഴിഞ്ഞെങ്കിൽ 10 മൈൽ കൽവരി കൊണ്ട് കല്യാണത്തണ്ടൊക്കെ പോകാം. എളുപ്പമാണ്, ഇവിടുന്ന് പോകാൻ എളുപ്പമുണ്ട് അല്ലേ? ആ സൈഡ് ആ മലയൊക്കെ നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് കാൽവരി കൊണ്ട് പോകാം. കല്യാണത്തണ്ട് 2 മാസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ റിസോർട്ടിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ വരുന്നവർക്ക് ഇവിടെ സ്റ്റേയും ഉണ്ട്. ആ ഭാഗം കല്യാണത്തണ്ട് 10 മൈൽ ഭാഗം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരുന്നവർക്ക് പിന്നെ കാണാൻ പറ്റിയ നല്ല വ്യൂ പോയിൻറ്റും ഉണ്ട്. കാൽവരി മൗണ്ട്, ഇടുക്കി ഡാമിലെ വെള്ളവും പിന്നെ അവിടെ മറ്റേ പുതിയതായിട്ട് ബോട്ടിയാൽ ഒരു കപ്പിത്താനൊക്കെ നിൽക്കുന്ന പുതിയ സംഭവമൊക്കെ പണിതിട്ടുണ്ട്. വരുന്നവർക്ക് അടിച്ചു പൊളിച്ച് പോകാൻ പറ്റിയൊരു വ്യൂ പോയിൻ്റാണ്. പിന്നെ ഇവിടെ മഞ്ഞൊക്കെ ഉണ്ടാകും, നല്ല രസമായിരിക്കും. മഴയത്ത് ഒരുമാതിരി മഴയത്തും രാവിലെയൊക്കെ നല്ല മഞ്ഞ്, നല്ല കോട ഇറങ്ങി നിൽക്കും. ഇവിടെ ഈ റിസോർട്ടിൻ്റെ ഇവിടുത്തെ രാവിലെ ഞങ്ങളൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഈ വീഡിയോയിൽ ഇടാം. ആ ഭാഗമൊക്കെ രാവിലെ മഞ്ഞ് കാരണം ഈ സൈഡിൽ നിന്ന് ആ സൈഡും കാണത്തില്ല. അവിടെ നോക്കി ഇവിടെ കാണാത്ത പോലത്തെ കോടയൊക്കെ ഉണ്ട്. നല്ലൊരു വ്യൂ കിട്ടും ഇവിടെ വന്നാൽ. ഇവിടുന്ന് ഒരുമാതിരി നല്ല സ്ഥലങ്ങളൊക്കെ ദൂരോട്ട് മലനിരകളൊക്കെ കാണാം. നല്ല തെളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു മഴയൊക്കെ പെയ്ത് തെളിഞ്ഞ് നിൽക്കുന്ന ഒരു രാത്രി സമയത്താണ് നിങ്ങൾക്ക് ഇവിടുന്ന് മൂന്നാറിലെ ടൗൺ കാണാം. ടൗണിലെ വെട്ടം കാണാൻ പറ്റും. ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പം കുട്ടൻകവലയുടെ അപ്പുറത്തോട്ടൊരു കുറേ വെട്ടം കൂടിയ ടൗൺ കാണാം. കുട്ടൻകവലേക്ക് പോകുന്ന വഴി കാണാം, അത് ഞാൻ കാണിച്ചു തരാം. അതിന്റെ അപ്പുറത്തായിട്ട് ഒരു കുറേ വെട്ടം കാണും. അത് നല്ല തെളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് കാണാൻ പറ്റുള്ളൂ, അല്ലാതെ കാണത്തില്ല. ഗായ്സ്, നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അതാ നീലവേലി ഭാഗമാണ് കാണുന്നത്. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇതിൽ അങ്ങോട്ട് പോകുന്നത്. അവിടെ കരിക്കിന്മേട് മലനിരകളൊക്കെയാണ് കാണുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇന്ന് കയറി കാണുക.
നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.